പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഹോം മാനേജ്മെൻറ്റ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുക്കിംഗ് ഈസിയാക്കാനും രാവിലത്തെ കിച്ചണിലെ ജോലികൾ എളുപ്പമാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്ലീനിങ് ഈസി ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇത് മിക്കവാറും ഒരു 2 പാർട്ടുണ്ടാവും, ചിലപ്പോൾ 2-3 പാർട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ക്ലീനിങ് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്? ലോണ്ട്രി വരുന്നുണ്ട്, അതായത് നമ്മുടെ അലക്കുക, തുണികൾ അലക്കുക എന്നുള്ള ജോലി. പിന്നെ ഹൗസ് ക്ലീനിങ്, അതായത് നമ്മുടെ വീട് മൊത്തം ക്ലീൻ ചെയ്യുക. അതിൽ തന്നെ കിച്ചൺ ക്ലീനിങ് നമുക്കൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നതിനെ 3ആയിട്ട് തരംതിരിക്കാം: ലോണ്ട്രി, ഹൗസ് ക്ലീനിങ്, കിച്ചൺ ക്ലീനിങ്. ലോണ്ട്രി പൊതുവേ കുറച്ച് സിമ്പിളായിട്ടാണ് ഞാൻ കണക്കാക്കിയേക്കുന്നത്. കാരണം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ജോലിയാണ്. ത്രൂ ഔട്ട് ദ ഡേ നോക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തുണികൾ അലക്കാനിടാം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നിവർത്തിയിടാം. അപ്പോൾ നമ്മളുടെ ഒരു ഡെയിലി ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ വലിയ പാടില്ലാതെ ചെയ്തു പോകാൻ പറ്റുന്നൊരു സംഗതിയാണ് ലോണ്ട്രി. പക്ഷെ പലർക്കും തുണി മടക്കി വെക്കുന്നത്, തുണിയെടുത്ത് നിവർത്തിയിടുന്നത്, ഇതെല്ലാം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കും അത്ര താല്പര്യമില്ല, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയായിട്ടാണ് ഞാൻ ലോണ്ട്രീനെ കണക്കാക്കുന്നത്, പ്രൊവൈഡഡ് നമ്മുടെ കയ്യിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ കേട്ടോ. ഇപ്പോഴും കല്ലിൽ കുത്തി തിരുമ്മി തല്ലി അലക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഞാൻ ഈസി ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലോണ്ട്രി റുട്ടീനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം ഒരു ലോഡ് ലോണ്ട്രി മിനിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ അനുസരിച്ച് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും. ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീട്ടിലാണെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ലോഡ് ലോണ്ട്രി മിനിമം ചെയ്യണം. പക്ഷേ ഒരു കപ്പിളിനൊക്കെ ആണെങ്കിൽ അത് അത്ര വലിയ കാര്യമല്ല. ഒരു വാഷിംഗ് മെഷീനിൽ ലോഡ് ചെയ്യാനുള്ള തുണി പോലും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളുടെ ഒരു സാഹചര്യം അനുസരിച്ച് ലോണ്ട്രി റുട്ടീൻ സെറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ദിവസം മിനിമം ഒരു ലോഡ് ലോണ്ട്രിയാണ് ഓൺ ആൻ ആവറേജ് ചെയ്യുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലെങ്കിൽ പയ്യെ തുണികൾ കുന്നുകൂടാൻ തുടങ്ങും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ദിവസം ലോണ്ട്രി ഡേ എന്നൊക്കെ പറഞ്ഞ് ഇടേണ്ടി വരും. ഈ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ലില്ലേ, അതുപോലെയൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ലോണ്ട്രി അങ്ങ് രാവിലെ ഇട്ടിട്ട് വൈകിട്ട് വന്ന് നിവർത്തിയിടുക, നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ മഴക്കാലത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നിടവിട്ട് ലോണ്ട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി തീരെ നിവർത്തിയില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് വീക്കെൻഡ്സിൽ ചെയ്യാൻ നോക്കുക. അടുത്തത് ഹൗസ് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മുടെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവാനുള്ള ടിപ്സൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ്, 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ വീട് എപ്പോഴും നല്ല ഒതുക്കത്തോടെ നല്ല ക്ലീനായി അല്ലെങ്കിൽ കണ്ടാൽ നല്ല ഭംഗിയായിട്ടിരിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് പിക്കപ്പ് റുട്ടീൻ. ഒത്തിരി വലിയ സംഭവമൊന്നുമല്ല, എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി നമ്മുടെ വീട്ടിൽ നല്ല മാറ്റങ്ങൾ വരും, നമ്മുടെ മനസ്സിനും നല്ലൊരു സമാധാനം വരും. എനിക്ക് അനുഭവത്തിലുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട് നീറ്റ് ആവാനുള്ള ഒരു നമ്പർ 1 ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ ഓരോ സാധനങ്ങൾക്കും ഒരു ഹോം ഉണ്ടാവുക, അതുപോലെ ആ ഹോമിലോട്ട് നമ്മളെപ്പോഴും ആ സാധനങ്ങൾ തിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രയൊക്കെ മാക്സിമം ട്രൈ ചെയ്താലും പലപ്പോഴും നമ്മളുടെ ഒരു ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ വിട്ടു പോകാറുണ്ട്. അതുപോലെ കൊച്ചു കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ അവരും അതുപോലെ സാധനങ്ങൾ അതത് സ്ഥലത്ത് കൊണ്ടുവയ്ക്കണമെന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട് കുറേ മെസ്സിയായി മാറാറുണ്ട്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഒരു പിക്കപ്പ് റുട്ടീൻ. നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ ഒരു 10 to 20 മിനിറ്റ്സ് എല്ലാ റൂമിലും ഒന്ന് മാറിക്കിടക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ എടുത്തൊന്ന് ഒതുക്കി വയ്ക്കുക. അതായത് നമ്മളുടെ ബെഡ് സൈഡ് ടേബിൾ ഉണ്ടാവും, നമ്മളുടെ റൂമിലുള്ള കൗണ്ടർ ടോപ്സ് ഉണ്ടാവും, ബെഡ്ഷീറ്റ്സ് വിരിച്ചിടാനുണ്ടാവും. അതായത് നമ്മളൊന്ന് ഒതുക്കിയിടുക.
അതുപോലെ ഏതെങ്കിലുമൊക്കെ ബുക്സ്, ഇപ്പോൾ സ്റ്റഡി റൂമാണെങ്കിൽ ബുക്സ് എല്ലാം നിരന്ന് കിടക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ അവരെ കൊണ്ടാണെങ്കിലും അത് ചെയ്യിക്കാം. അതുപോലെ ഇപ്പം തുണികൾ മടക്കുക എന്നുള്ളത് ലോണ്ട്രി റൂട്ടീനിലാണ്. അപ്പോൾ ഏതെങ്കിലും തുണികളൊക്കെ അവിടെ ഇവിടെ മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നേരെയാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അതുപോലെ സിറ്റിംഗ് റൂമിൽ ന്യൂസ് പേപ്പർ വായിച്ച് അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് റിമോട്ട്സ് അതിൻ്റെ പ്ലേസിൽ അല്ലെങ്കിൽ അത് അങ്ങനെ ഏതൊരു സാധനവും അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്ത് വയ്ക്കുക. ഇനി ടോയ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് മെസ്സി ആയിട്ടുള്ളൊരു റൂമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം. ബാസ്ക്കറ്റ്സ് എടുത്തിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ അതിൽ കളക്ട് ചെയ്തതിന് ശേഷം സമയമില്ലെങ്കിൽ നമ്മൾ ആ ബാസ്ക്കറ്റ്സ് ഒരു കോർണറിൽ വെക്കുക. എന്നിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ തന്നെ അതെടുത്ത് അതിൻ്റെ പ്ലേസിൽ വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കുട്ടികളുടെ സാധനങ്ങളാണെങ്കിൽ, ഇച്ചിരി മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അവരോട് പറയാം അവരുടെ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയി അവരുടെ പ്ലേസിൽ വെക്കുക. അതല്ല ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ ടോയ്സ് നമുക്ക് അവരെയും കൂടി കൂട്ടിയിട്ട് ഈ ടോയ്സൊക്കെ അതിൻ്റെ കറക്റ്റ് പ്ലേസിൽ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മെയിനായിട്ടുള്ള ക്ലീനിങ് റുട്ടീൻ തുടങ്ങുന്നതിന് മുന്നേ ഈ പിക്കപ്പ് റുട്ടീൻ ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇത് നമുക്ക് നമ്മളുടെ ഒരു കൺവീനിയൻറ്റ് ടൈമിൽ ചെയ്യാം. അതായത് ചിലർക്ക് ഇത് രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്ത് ഒന്ന് വീട് ഒതുക്കിയിടുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് ചിലപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ കുക്കിംഗ് ജോലികൾ കഴിഞ്ഞ് പിന്നെ റൂമൊന്ന് ക്ലീൻ ആക്കുന്നതായിരിക്കും ഇഷ്ടം. അതുപോലെ ദിവസത്തിൽ 2 പ്രാവശ്യം ഇത് ചെയ്താലും നല്ലതാണ്. അതായത് നമ്മൾ രാവിലെ ഒന്ന് ഒതുക്കിയിട്ടാലും വൈകിട്ടാകുമ്പോഴത്തേനും മെസ്സി ആവുന്ന വീടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നല്ലെങ്കിൽ നമ്മുടെ ഈവനിങ് റുട്ടീൻ്റെയോ അല്ലെങ്കിൽ നൈറ്റ് റുട്ടീൻ്റെയോ ഭാഗമായിട്ട് ഈ ഒരു ചെറിയൊരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഒരു ബിസി വർക്കിംഗ് ഡേ ആണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ദിവസത്തിൽ നമുക്ക് അടിക്കാനും തുടയ്ക്കാനും ഒന്നും സമയം കിട്ടിയില്ലെങ്കിലും ഈ ഒരു ക്വിക്ക് പിക്കപ്പ് റുട്ടീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഒത്തിരി മെസ്സിയായി ഫീൽ ചെയ്യില്ല. നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടുകയും ചെയ്യും. പിന്നീട് നമുക്ക് സമയം കിട്ടുന്ന ദിവസം ബാക്കി കാര്യങ്ങൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വലിയ ബേർഡനായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ക്ലീനിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡസ്റ്റിങ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ പൊടി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു ഡസ്റ്റിങ് റുട്ടീനൊക്കെ ഫോളോ ചെയ്യുക. അതായത് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മൾ ഡസ്റ്റിങ് ചെയ്യുക. കഴിയണതും മൈക്രോഫൈബർ ക്ലോത്ത്സ് യൂസ് ചെയ്യുക. കാരണം അത് ഒത്തിരി അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഒത്തിരി നല്ലതായിരിക്കും. അത് പൊടി വെറുതെ തട്ടി കളയാതെ നമ്മൾ ചെറിയൊരു നനവോട് കൂടി അത് തുടച്ചെടുക്കുകയായിരിക്കും നല്ലത്. അതല്ലാതെ നമ്മൾ തട്ടിക്കളയുവാണെങ്കിൽ പൊടി വീണ്ടും അന്തരീക്ഷത്തിലോട്ട് പറന്നിട്ട് വീണ്ടും താഴെ വന്ന് സെറ്റിൽ ചെയ്യാൻ അത് കാരണമായിരിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നാലും ഞാൻ ഈ ടോപ്പിക്കിന് റെലവൻ്റ് ആയതുകൊണ്ട് പറഞ്ഞു പോവാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ പൊടി വാക്യൂം ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ആ പൊടി അബ്സോർബ് ചെയ്ത് അങ്ങ് എടുക്കുകയാണല്ലോ. പിന്നെ ആ സർഫസിൽ അതില്ല. പലപ്പോഴും നമ്മൾ ചൂല് വെച്ച് അടിക്കുമ്പോൾ ഈ പൊടി പറന്നിട്ട് വീണ്ടും അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ കാരണമായിരിക്കും. പക്ഷേ എല്ലാവർക്കും വാക്യൂം ക്ലീനർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഉള്ളവർ അത് മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ പൊടി പിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സർഫസുകളാണ് ഈ TV സ്റ്റാൻഡ്, ഷോക്കേസ്, അതുപോലെ ഡെക്കറേഷന് വേണ്ടിയുള്ള ഷെൽഫുകൾ, പിന്നെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ സർഫസ്, അതുപോലെ നമ്മളുടെ ഡ്രസ്സിങ് ടേബിൾ, പിന്നെ നമ്മൾ ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ, അതുപോലെ ഡോറിൻ്റെ മുകൾ ഭാഗം, പിന്നെ കേർട്ടൻസ്, അതുപോലെ സോഫയുടെ പുറകുവശം, പിന്നെ ഡൈനിങ് ചെയറിൻ്റെ അടിവശം, അതുപോലെ നമ്മൾ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ അതിലെല്ലാം പൊടി പിടിക്കും. അതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ പോട്ട്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഡസ്റ്റിംഗ് ടൈമിലൊന്ന് നമ്മൾ കൂടുതലൊരു എക്സ്ട്രാ കെയർ കൊടുത്ത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ നമ്മളുടെ ക്ലീനിങ്ങിന്. ഇനി ഡസ്റ്റിംഗ് കഴിഞ്ഞാൽ വരുന്നതാണ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ്. അതായത് അടിച്ചു വാരുക, തുടയ്ക്കുക എന്നുള്ളത്. എന്നും അടിച്ചു വാരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നരാടം, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു സൗകര്യം അനുസരിച്ച് അടിച്ചെടുക്കുക. അതുപോലെ തുടയ്ക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടച്ചാൽ തന്നെയാണ് നമ്മളുടെ വീട് വൃത്തിയായിരിക്കുകയുള്ളൂ. പക്ഷെ അത് എത്ര ഫ്രീക്വൻ്റ്ലി ചെയ്യണം എന്നുള്ളത് നമ്മളുടെ തിരക്കും നമ്മളുടെ ലൈഫ് സ്റ്റൈലും അനുസരിച്ച് നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് മാക്സിമം നീറ്റാക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക.
ഒരുപാട് തിരക്കുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളുടെ കൂടുതൽ ട്രാഫിക്കുള്ള ഏരിയാസ്, അതായത് നമ്മളുടെ കിച്ചൺ, നമ്മളുടെ ഡൈനിങ് റൂം, നമ്മളുടെ സിറ്റിംഗ് റൂം, അങ്ങനെയുള്ള ഏരിയാസ് എങ്കിലും ഒന്ന് തുടച്ചിടാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ചെറിയ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ മാക്സിമം തുടച്ചിടുക തന്നെയാണ് നല്ലത്. അവരിങ്ങനെ മുട്ടിലഴയുന്ന സ്റ്റേജ് ആണെങ്കിൽ അവർ താഴെ നിന്നൊക്കെ എടുത്ത് ഓരോ സാധനങ്ങളെടുത്ത് വായിലിടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക തുടച്ചിടാൻ വേണ്ടി. ഒത്തിരി തിരക്കാണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ പയ്യെ കുറച്ച് റുട്ടീൻസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ റുട്ടീനായിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്കിത് ഒത്തിരി ഭാരമായിട്ട് തോന്നത്തില്ല. അതായത് നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ക്ലീനിങ്ങിന്. അതായത് നമ്മളുടെ മെയിൻ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുക, പിന്നെ നമ്മൾ ഡെയിലി സ്വീപ്പിംഗ്, മോപ്പിംഗ്, പിന്നെ എന്തായിരുന്നു ബാത്റൂം ക്ലീനിങ്, പിന്നെ മെയിൻ കൗണ്ടർ ടോപ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുക, സിറ്റിംഗ് റൂം എല്ലാം ഒന്ന് ഒരുക്കിയിടുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, 10 ക്ലീനിങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഇത് യൂഷ്വലി നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നതല്ലേ, ഡെയിലി ക്ലീനിങ് ഹാബിറ്റ്സ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് നമ്മൾ വീക്ക്ലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തുക. അതായത് മൺഡേ ടു സൺഡേ, അല്ലെങ്കിൽ ആഴ്ചയിലെ ഓരോ ദിവസവും നമ്മൾ ഏതൊക്കെ ഓരോ റൂം വൈസോ അല്ലെങ്കിൽ ഓരോ ഏരിയ വൈസോ അല്ലെങ്കിൽ ഓരോ ജോബ് വൈസോ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓരോരോ ഏരിയ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് വല്ലപ്പോഴും മാത്രം ക്ലീൻ ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അതായത് നമ്മുടെ ഫാൻ ക്ലീനിങ്, അതുപോലെ കർട്ടൻ ക്ലീനിങ്, അങ്ങനെയുള്ള എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ മന്ത്ലി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഒരു ലിസ്റ്റും പ്ലാനും ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വിട്ടുപോവാതെ നോക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നമ്മുടെ ഡെയിലി ക്ലീൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്, വീക്ക്ലി ക്ലീൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അതുപോലെ മന്ത്ലി, സീസണൽ വൈസ്, അതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ടൈമിൽ ചെയ്യേണ്ട ക്ലീനിങ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഓരോരോ ലിസ്റ്റുകളാക്കി തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ക്ലീനിങ് പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ഒത്തിരി ഭാരമാവുകയില്ല. അതുപോലെ നമുക്കൊരു റുട്ടീൻ പോലെയും കൃത്യമായ ഒരു ഓർഡറിലും നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റും. ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ക്ലീനിങ് ഐഡിയാസ് ആൻഡ് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി വരുന്ന 1 അല്ലെങ്കിൽ 2 വീഡിയോസ് എന്തായാലും ക്ലീനിങ് റിലേറ്റഡ് ആയിരിക്കും എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോനെ പറ്റിയുള്ള കമൻറ്റ്സ്, നിങ്ങളുടെ സജഷൻസ് എല്ലാം തന്നെ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സീരീസിലല്ലെങ്കിലും നമുക്ക് പിന്നീട് വീഡിയോസിൽ നമുക്ക് ആ സജഷൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോം മാനേജ്മെൻറ്റ് സീരീസിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും ബൈ.